ഇത് ആരും പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചധികം ആൾക്കാർ ഇത് സ്പോട്ട് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ആരും പറഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരന്മാർ ഒക്കെ അവരുടെ ഒരു സൃഷ്ടി നടത്തുമ്പോൾ, ഒരു ചിത്രകാരനായിക്കോട്ടെ ആരുമായിക്കോട്ടെ, അവരുടെ സ്വകാര്യമായി ഇതായിരിക്കും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ് എന്ന മട്ടിൽ ചെയ്ത, വളരെ ശ്രമപ്പെട്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത ചില കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ലോകപ്രശസ്ത ചിത്രകാരന്മാരുടെ പെയിന്റിങ്ങുകൾ കാണുമ്പോഴും ആ സമൂഹം, കാണാൻ വരുന്ന ആ സമൂഹം വലിയൊരു ശതമാനം ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയെന്ന് വരും. ഒരു സംവിധായകൻ എന്ന നിലയിൽ താങ്കളും അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ പൃഥ്വിരാജുമൊക്കെ അത്ര ശ്രദ്ധയോടെ ചെയ്ത ഒരു കാര്യം പ്രേക്ഷകര് ശ്രദ്ധിക്കാതെ പോയ ഏതെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ അവിടെ അത് വേണ്ടത്ര ഒരു നോട്ട് ചെയ്യപ്പെടാതെ പോയോ എന്ന് സംശയിച്ച ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? കാരണം ഈ സിനിമ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ഞാൻ സിനിമയെ വളരെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന പല സിനിമകളും കാണുമ്പോൾ നമുക്കതിനകത്ത് പല സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും, അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ അനാവശ്യമായ വഴികളിലൂടെ പോയി എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഈ സിനിമ അത്തരത്തിൽ ഒരു കാര്യം മുഴച്ചു നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അതൊക്കെ വളരെ കൃത്യമായി ട്രിം ചെയ്തിരിക്കുന്ന വളരെ സൂക്ഷ്മാംശത്തിൽ, അതായത് ആ മണലാരണ്യത്തിൽ ഇത്രയേറെ 100ഓളം ആളുകൾ വർക്ക് ചെയ്തവരിടത്ത് അനാവശ്യമായ ഒരു കാൽപ്പാട് പോലും പതിയുന്നില്ല എന്ന് ഉറപ്പുവരുന്ന അത്ര സൂക്ഷ്മാംശങ്ങളിൽ കാര്യങ്ങൾ ചെയ്ത ഒരു സംവിധായകനും നടനും. അങ്ങനെ ഞങ്ങൾ എഫേർട്ട് ഇട്ടതിൽ മനുഷ്യൻ ശ്രദ്ധിക്കാതെ പോയത് എന്ന് കരുതുന്ന എന്തെങ്കിലും ഉണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഏറ്റവും അധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ടീമിനോടാണ്. കാരണം ഇവിടെ പൃഥ്വിരാജ് എന്നൊരു നടനോ ബ്ലസ്സി എന്നൊരു സംവിധായകനോ ഹക്കീം, ഞാൻ അവനെ എന്നും ഹക്കീം എന്നേ വിളിക്കത്തുള്ളൂ, ഗോകുൽ എന്ന ഒരു നടനോ ആരുമില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇത് ആദ്യ ഷെഡ്യൂൾ മുതൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് സാധിക്കുന്നതിനും അപ്പുറമായ ഒരു മോഹത്തിലാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിന് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതിനപ്പുറമായിരിക്കണം എന്ന് തോന്നുന്നൊരവസ്ഥ. അപ്പം ഇതിൽ പലപ്പോഴും രാജു ഒരു വലിയ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നുണ്ട്. അപ്പം ഈ ചാടുന്നത് എനിക്കൊന്ന് എത്ര പ്രാവശ്യം ചാടിച്ചു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇത് കുറച്ചൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളാണ്, ക്യാമറയിലെ ഇഷ്യൂസ് കാര്യങ്ങൾ. അപ്പം ഈ ചാടുന്നതിൻ്റെ അത് വേറെ അല്ല, വലിയ ഭംഗി നോക്കേണ്ട കാര്യമില്ലല്ലോ. ഒപ്പം തന്നെ ചാടുന്ന കൂട്ടത്തിൽ താഴെ നിൽക്കുന്ന കുട്ടികൾ ചാടണം. അപ്പം ഇത് ചിലർ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത് വളരെ ആരും ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ, എന്തിനാണ് ഇയാൾ മേലെ ഒരു ഹീറോയിസം കാണിക്കാനാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ നാട്ടിൻപുറത്തുള്ള നമ്മൾ കുട്ടികളോടൊപ്പം ചേരും, അവരെ കളിച്ച് കാണിക്കും, അവരെ ചാടി കാണിക്കും, നീന്തി കാണിക്കും, അവരുടെ ഒരു വലിയ ചേട്ടനായിട്ടൊക്കെ മാറും. അപ്പം പിന്നീട് കാണാം ഈ കുട്ടികളൊക്കെ ഇങ്ങനെ മേലെ നിന്ന് ചാടുന്ന എന്നൊക്കെ. അപ്പോൾ ഇയാൾ ആ പ്രകൃതിയിൽ ഇങ്ങനെ, ആ ഗ്രാമത്തിൽ ഇങ്ങനെ സൈനികമായിട്ട് മാത്രമല്ല, അത് പക്ഷെ വളരെ പ്രകടമല്ല, എന്നാൽ ഒരു സൗണ്ട് ചെയ്ത് പറയുന്നതല്ല. പക്ഷെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. അയാൾ അവിടെ നിന്ന് ചാടി കാണിക്കുമ്പോഴത്തേക്ക് താഴെ നിന്ന് കുട്ടികൾ ചാടുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ ഒരു ചെറിയ രീതികളിൽ പോലും നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഈ സിനിമയ്ക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. ഇങ്ങനെ ഒരു ഷൂട്ട് നമുക്ക് എനിക്കൊന്നൊരു ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൃത്യമായി ഒരു റിഹേഴ്സൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം രാജു അവിടെ നിന്ന് നടന്നു വന്നു, ഹക്കീം അവിടെ നിന്ന് വന്നു, ഇവരെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെ കാണിക്കാനേ പറ്റത്തുള്ളൂ. ഇവരവിടെ ബിഹേവ് ചെയ്യുക. അപ്പം ഇവരിലേക്ക് അത് എത്രത്തോളം, അതായത് നമ്മൾ ഈ ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പൊസിഷൻസ് വെക്കുക. അപ്പം ഒരു സീനും നമുക്കൊരു റിഹേഴ്സ് ചെയ്ത്, സാധാരണ സിനിമയിലൊരു ഡ്രാമ റിഹേഴ്സ് ചെയ്ത് കാണിക്കുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് പുറകിലോ ഒരു അത്തരത്തിലുള്ള ഒരു എല്ലാവരുടെ ഒരു സമാനതകളുണ്ടല്ലോ. ഒപ്പം തന്നെ ഈ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈറ്റ് ടെമ്പറേച്ചർ അനുസരിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അപ്പം നടൻ എന്നുള്ള രീതിയിലുണ്ടാകുന്ന വലിയ മാനസിക പ്രശ്നമുണ്ട്. രാവിലെ ഇട്ട ഒരു മേക്കപ്പ് ആയിരിക്കത്തില്ല ഉച്ചയ്ക്ക് ഇടുക.
അപ്പം രാവിലെ ഇട്ട ഒരു ഭാവത്തിൽ അല്ലെങ്കിൽ ആ ഇമോഷൻ ആയിരിക്കത്തില്ല ഉച്ചയ്ക്ക് വരിക. പക്ഷേ ഇത് ഇങ്ങനെ അങ്ങ് ടോട്ടലി സെറ്റാകുക. അപ്പോൾ ഇതിനകത്ത് രാജു വിവസ്ത്രനായി അഭിനയിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു ഡോക്യുമെൻ്ററി. ഇത് നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെച്ചത് പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ അതിനുവേണ്ടി രാജു ഒരുപാട് അനുഭവിച്ചു. കാരണം ഒരു 2-3 ദിവസം ഡയറ്റ് നോക്കി വെള്ളമില്ലാതെ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ രാജു ഇതിനു മുമ്പ് പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ ചിലപ്പോൾ ചീത്ത വിളിക്കും. കാരണം ഇയാളുടെ ഈ മിനറൽസ് ഒക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടപ്പോൾ ഭ്രാന്തിലേക്ക് എത്താവുന്ന അവസ്ഥയുണ്ട്. ഞാൻ എന്തായിരിക്കും ചെയ്യുന്നതെന്ന് അറിയാത്ത അവസ്ഥകളുണ്ടാകും. അതുകൊണ്ട് അത് ഇത് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ തലേന്ന് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മാറിക്കണം. അപ്പം നമുക്കൊരു ഭയം വരുവാണ്. ഈ ആൾ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് മാത്രമല്ല, ഇവിടെ എന്നോടൊപ്പം ഇരിക്കുന്ന ഓരോ ചെറിയ ആൾക്കും, ഒരു ചായ തരുന്ന ആൾക്ക് പോലും ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ ഇത് സിനിമയുമായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം എന്താണ് ഷോട്ടെന്ന്, എന്താ സംഭവിക്കുന്നതെന്ന്. എന്നുവെച്ചാൽ അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് വർക്ക് നമ്മൾ അത് ചെയ്യാൻ ഈ സമയം ഞങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ രാജു തലേന്ന് ഈ പറഞ്ഞ ശരീരത്തിൻ്റെ എല്ലാ ജലാംശവും വലിച്ചെടുക്കാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും, ഈവൻ ഡീഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് വോഡ്ക വരെ ഇങ്ങനെ ഏതാണ്ട് സ്പൂണുകൾ, അല്ല വെള്ളമടിക്കുക എന്നുള്ളതല്ല, സ്പൂണുകൾ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇത് ഒരു ആഫ്റ്റർനൂൺ ലൈറ്റിലാണ് ഇത് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കാലത്ത് കംപ്ലീറ്റ് ക്രൂവിനെ കൊണ്ടുപോയി എന്താണ് ഷൂട്ട് ചെയ്യുന്നത്, എവിടെയാണ്, അതൊരു 8 ഷോട്ട് മറ്റാണ് എടുത്തു നിർത്തുന്നു. എന്നുവെച്ചാൽ ആ ഒരു രീതിയിൽ, ആ ഇമോഷൻ്റെ കണ്ടിന്യൂറ്റിയിൽ. അപ്പം എവിടെ ട്രാക്ക് ഇടണം, എവിടുന്ന് ആ ട്രാക്ക് പൊളിച്ച് അടുത്ത ക്യാമറ എവിടെ വെക്കണം, എങ്ങനെ ചെയ്യണമെന്നുള്ളത്, അവിടെ എവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളതെല്ലാം തറവാണ്. രാജുവിനെ കസറയിലാണ് കൊണ്ടുവന്ന് ഇരുത്തുന്നത്. പക്ഷെ അത്ര ദുർബലനായ ഒരവസ്ഥയല്ല. ഇയാളോടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൽ പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു അത്ര ഒരു ഭയം. അവിടെ നിൽക്കുന്നവരെല്ലാം ഭയന്നിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു തരുമ്പ് അനക്കമില്ല, ഫുൾ നിശബ്ദതയില്ല. ഒരു ട്രാക്കൊക്കെ വെക്കുന്നതിനൊന്നും ഇങ്ങനെ പൂ വെക്കുന്നതിൻ്റെ തൊട്ടാണ് വെക്കുന്നത്. അങ്ങനെ ഒരു ട്രാക്ക് ഇട്ട് ഷോട്ട് എടുത്തു, അടുത്ത ഷോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിത്തിൻ സെക്കൻഡ്സ് ഇങ്ങനെ അങ്ങ് ഒഴുകി നമ്മൾ എഡിറ്റ് ചെയ്തതുപോലെ അങ്ങനെ പോകണം. ഇത് അടുത്ത ആൾക്ക് അറിയാം ക്യാമറ എവിടെയാണ്, ഇതിൻ്റെ ഫോക്കസ് എത്രയാണ്, എല്ലാം നെക്സ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഞങ്ങൾ ഈ അത്ര ഒരു വലിയ ടീമിൻ്റെ ഒരു ഭയങ്കര ഒരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയ്ക്കുണ്ട്. അത് പക്ഷേ സിനിമയ്ക്കൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ആ ഷോട്ടുകളൊക്കെ എടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ജീപ്പിൻ്റെ അവിടെ വന്ന് എടുക്കുന്നു. ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക, എഡിറ്റ് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതൊരു എനിക്ക് എന്നോട് ഏറ്റവും അധികം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ട് രാജു എന്ന് പറയുന്നൊരു നടനായിട്ടൊന്നും എൻ്റെ ഒരു അനുജനെ പോലെ അല്ലെങ്കിൽ ഹക്കീം എൻ്റെ മോനെ പോലെയൊക്കെ തോന്നുന്ന അവസ്ഥയിൽ കൂടെയാണ്. അതിന് കുറേ അധികം സഹായിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ കോവിഡായിട്ട് കടന്ന സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു കുടുംബത്തില്ലാത്തൊരു ബന്ധം, ജ്യേഷ്ഠനും അനുജനും മക്കളും തമ്മിലില്ലാത്തൊരു ബന്ധമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്നതിനും ഇടപെടുന്ന, അതൊക്കെ ഒരുപാട് ഒരു വലിയൊരു ഈ സിനിമ നൽകിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. ഞാൻ സാർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആക്ച്വലി സ്പെസിഫിക് ആയിട്ട് ഉത്തരം പറയാം. ഇത് ആരും പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചധികം ആൾക്കാർ ഇത് സ്പോട്ട് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അത് ആരും പറഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ്. എങ്കിലും അങ്ങനെ ചർച്ചാ വിഷയമൊന്നും ആകാത്ത ഇതാണ്. ഇപ്പോൾ ഓരോ സിനിമയിലും നമ്മളൊരു കഥാപാത്രത്തിന്റെ ഒരു ഫൈനൽ മാനിഫെസ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഈ ആക്ടേഴ്സ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമകളിലും ആ ഫൈനൽ പ്രോസസ് എന്റെ ആക്ടറിന്റെ ആണ്. ആ അഭിനയിക്കുന്ന നടനോ നടിയോ ആണ് ഈ കഥാപാത്രത്തിന്റെ ആ ഒരു ഫൈനൽ മാനിഫെസ്റ്റേഷൻ അവരുടെ കയ്യിലാണ്. ആസ് എ ഡയറക്ടർ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇത് ഫുള്ളി എന്റെ കൺട്രോളിലാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ മണ്ടനാവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ആക്ടേഴ്സ് ഇന്റർപ്രിട്ടേഷന്റെ ഭാഗമായിട്ട് വന്ന ഒരു ചിന്തയാണ് ഞാൻ ഒരിക്കൽ ബ്ലസ് ചേട്ടനോട് ഷെയർ ചെയ്തത്. ഞാൻ പറഞ്ഞു, ബ്ലസ് ചേട്ടാ, ഇയാളൊരു ഇനിഷ്യൽ ഇവിടെ വന്ന് പെട്ടതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ, ഇയാൾ ഈ ഇങ്ങനെ ദേഷ്യം പറഞ്ഞു തീർക്കുന്ന ആ ഒരു ഫേസ് കഴിഞ്ഞാൽ ഇയാൾ ഭാഷ ഉപയോഗിക്കുന്നുണ്ടാവില്ലല്ലോ. മലയാളം സംസാരിക്കാൻ ആരുമില്ല, ഇയാൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആരുമില്ല. ആടുകളോട് ഇയാൾക്കൊരു ബന്ധം, ആടുകളോടും ഒട്ടകങ്ങളോടും ഇയാളൊരു ബന്ധമുണ്ടെങ്കിലും ഇയാൾ ദിവസേന അവരോട് കാര്യങ്ങൾ വർത്തമാനം പറയുന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഒരു മസിൽ മെമ്മറി പതുക്കെ ഫെയ്ഡ് ആവുമല്ലോ. ഈ ഭാഷ ഉപയോഗിക്കുന്നതിന്റെ ഒരു ബ്രെയിനിന്റെ മസിൽ മെമ്മറി പതുക്കെ ഫെയ്ഡായി 3 വർഷങ്ങൾക്ക് ശേഷം ഇയാൾ വീണ്ടും ഹക്കീമിനെ കണ്ടുമുട്ടുമ്പോൾ ഇയാൾ ഭാഷ കിട്ടുന്നില്ല എന്നുള്ളൊരു സാധനം പെർഫോമൻസിൽ വരണം എന്ന് എനിക്ക് തോന്നിയിരുന്നു.
അപ്പൊ ബ്ലസ് ചേട്ടൻ അയ്യോടാ ഒന്ന് കേട്ട് ഭയങ്കര സന്തോഷം. അപ്പൊ ഞാനത് ആക്ച്വലി ഹക്കീമിനെ മീറ്റ് ചെയ്യുന്ന സീനിലും ഇയാൾ ഈ എന്ത് വാക്കാണ് ഇപ്പോ ഈ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ എന്ത് വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു സ്ട്രഗിൾ ഇയാൾക്കുണ്ട്. അതിനുശേഷം ആ സീനിന് ശേഷം ഇത് ആക്ച്വലി ഞാൻ ടേക്കിൽ ചെയ്ത ബ്ലസ് ചേട്ടൻ ഓർമ്മയാണ്. ആ സീനിന് ശേഷം ഈ ഹക്കീം ഒരു കത്ത് വെച്ചിട്ട് പോകും ഒരു കല്ലിൽ. അപ്പൊ ഞാൻ ഓടിപ്പോയി ആ കത്ത് എടുക്കുന്നുണ്ട്. അപ്പൊ ടേക്കിൽ ചെയ്തതാണ്. ഫസ്റ്റ് ഞാൻ ആ കത്ത് എടുത്തിട്ട് ഇത് വായിക്കാൻ കുറച്ചധികം നേരം ശ്രമിക്കും. എനിക്ക് മനസ്സിലാകില്ല, ഈ വാക്കുകൾ പിടികിട്ടുന്നില്ല. അപ്പൊ കുറച്ചധികം നേരം ഇതിങ്ങനെ പേപ്പറിൽ നോക്കിയിട്ടാണ് ഇത് പിടിച്ചിരിക്കുന്നതെന്ന് ഇയാൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് ഞാൻ അതൊരു ഡീറ്റെയിലിംഗ്, അയാളുടെ ലാംഗ്വേജ് ഇയാൾക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇയാൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ എന്നുള്ളൊരു ഡീറ്റെയിലിംഗ് ഞാൻ അത് പക്ഷെ കുറച്ച് ആൾക്കാർ സ്പോട്ട് ചെയ്ത് പറഞ്ഞു. പക്ഷെ അങ്ങനെ വലിയൊരു ചർച്ച വന്നില്ല.